നമസ്കാരം. ആരോഗ്യ വിചാരത്തിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഡോക്ടർ ലക്ഷ്മി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പോൾ മഴക്കാലം വന്നപ്പോൾ എന്ത് വന്നു? കൊതുകുജന്യ രോഗങ്ങളും വന്നു തുടങ്ങി അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പ്രതിരോധ മാർഗം ആയുർവേദത്തിലൂടെ നമുക്ക് എങ്ങനെ ഇതിനൊക്കെ ഒരു പ്രതിരോധ മാർഗം സ്വീകരിക്കാം എന്നുള്ളതാണ് വീഡിയോയിലൂടെ പറയുന്നത്. അപ്പം എല്ലാവർക്കും ഒരു സംശയം വന്നു, ഇതിനൊക്കെ പ്രതിരോധ നടപടി എന്ന് പറയുമ്പോൾ ആയുർവേദ പ്രതിരോധ നടപടി, അലോപ്പതി പ്രതിരോധ നടപടി അങ്ങനെയൊക്കെ ഉണ്ടോ എന്നല്ലേ. പക്ഷെ ശരിക്കും ആയുർവേദത്തിലൂടെ കുറച്ചുകൂടി ബെറ്റർ സൈഡിൽ നമുക്ക് ഇതിനൊരു പ്രതിരോധ മാർഗം സ്വീകരിക്കാൻ സാധിക്കും. അത് തീർച്ചയായും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ കൊതുകുജന്യ രോഗങ്ങളെ തടയാൻ ആദ്യമായി ചെയ്യേണ്ടുന്നത് എന്താണ്? സോഴ്സ് റിഡക്ഷൻ തന്നെയാണ്. കൊതുകുകൾ ഉണ്ടാവാനുള്ള സാഹചര്യം നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യാനുള്ളത്. അപ്പം അതെല്ലാവർക്കും അറിയാം, ഓപ്പണായിട്ട് വെള്ളം അത് കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ആയുർവേദ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് എളുപ്പത്തിൽ സ്വീകരിക്കാൻ പറ്റുന്നത്? ഇപ്പം മൊസ്കിറ്റോ റിപ്പലൻസ് സ്പ്രേസ്, അതുപോലെ വേപ്പറൈസേഴ്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ലിക്വിഡേറ്റേഴ്സ് ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ഈ റിപ്പലൻസ് സ്പ്രേസ് യൂസ് ചെയ്യുന്നത് വളരെ നാച്ചുറലായിട്ട് നമുക്ക് കർപ്പൂരാതി തൈലം വേണമെങ്കിൽ ഇത്തരം ഒരു സ്പ്രേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. എക്സ്റ്റേണൽ ആപ്ലിക്കേഷനും കർപ്പൂരാതി തൈലം നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കൊതുകിൻ്റെ ബൈറ്റ്, അതൊരു സ്മെല്ലൊക്കെ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് കൊതുകിൻ്റെ ബൈറ്റ് നാച്ചുറലി തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ കൃഷ്ണ തുളസി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. കൃഷ്ണ തുളസി നമുക്ക് ഈ മസ്കുലർ റിപ്പലൻറ്റ് പാച്ചസ് ഒക്കെ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആണ്. പക്ഷേ അതിനൊക്കെ പകരം നമുക്ക് കൃഷ്ണ തുളസിയുടെ ലീഫ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കർപ്പൂര തുളസിയുടെ ലീഫ് കൊണ്ട് ചെറുതായിട്ട് നമുക്ക് അതിനെ ഒന്ന് ദേഹത്ത് അപ്ലൈ ചെയ്ത് അതിനെ പാച്ചാക്കിയൊക്കെ വെച്ച് വേണമെങ്കിൽ നമുക്ക് അത് കൊതുകിൻ്റെ ബൈറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ ഇത് തന്നെ ഇപ്പോൾ കൃഷ്ണ തുളസി അല്ലെങ്കിൽ കർപ്പൂര തുളസി നമുക്ക് കുഞ്ഞു കിഴികളായിട്ട് കിട്ടി വേപ്പെണ്ണയിലൊക്കെ മുക്കി നമുക്ക് ജനലിൻ്റെ സൈഡിലൊക്കെ കത്തിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് നാച്ചുറലി അതൊരു വളരെ ഒരു പോസിറ്റീവ് വൈബ് തരുന്നതാണ്. അതിൻ്റെ സ്മെല്ല് നല്ലതാണ്, അതിനകത്ത് കെമിക്കൽസ് ഒന്നുമില്ല. അപ്പം നമുക്കത് ശ്വസിക്കുന്നതുകൊണ്ടൊന്നും വേറെ ഇറിറ്റേഷൻസ് ഒന്നും ഉണ്ടാവുന്നില്ല, കൊതുക് വരികയില്ല. അപ്പോൾ നമുക്കത് ഒരു നല്ല പ്രിവെൻറ്റീവ് മെത്തേഡായിട്ട് ഉപയോഗിക്കും. ഇനി ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിമെൻറ്റ് ചെയ്തിട്ടുള്ള ചില സ്ഥലങ്ങളിലൊക്കെ ഗാർഡൻസ് ഒക്കെ ചെയ്തിരിക്കുന്നവർക്ക് കുഞ്ഞ് സ്പേസസ് കാണും ഇടയ്ക്ക്. അപ്പോൾ അവിടെ ചെറുതായിട്ട് വെള്ളം കെട്ടിക്കിടക്കും, പക്ഷേ എന്നാലും അവിടെ കൊതുകുകൾ മുട്ടയിടും. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ഈ വേപ്പെണ്ണ തന്നെ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അത് കൊതുകിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ നമുക്കറിയാം, നമ്മൾ നാച്ചുറൽ അല്ലാതെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പോൺസും കാര്യങ്ങളിലൊക്കെ നമുക്ക് ഗപ്പി മത്സ്യത്തിനെയൊക്കെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അവിടെയും വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചെറിയ അളവിൽ ഈ വേപ്പെണ്ണയൊക്കെ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ നല്ലതാണ് കേട്ടോ. കൊതുക് വരാതിരിക്കാൻ അത് നമ്മളെ തീർച്ചയായിട്ടും സഹായിക്കും. ഇനി നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അപരാജിത ധൂപചൂർണം കൊണ്ട് വീടും പരിസരവും പുകയ്ക്കുക എന്നുള്ളത്, ധൂപനം ചെയ്യുക എന്നുള്ളത്. ശരിക്കും ഈ അപരാജിത ധൂപചൂർണം എന്ന് പറയുന്നത് എല്ലാ ഇൻഫെക്ഷ്യസ് ഡിസീസസിനകത്ത് നമുക്ക് ധൂപനത്തിനായിട്ട് വളരെ നല്ലതെന്ന് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി നമ്മൾ ഈ അടുത്ത കാലത്ത് പ്രൂവ് ചെയ്തിട്ടുള്ളതുമാണ്. അപ്പം അത്തരത്തിൽ പോലും അതായത് ഞാൻ പറഞ്ഞത് ആൻറ്റി മൈക്രോബിയൽ ആക്ടിവിറ്റി വരെ ഉള്ള ഒരു ധൂപന ദ്രവ്യമാണ് അപരാജിത ധൂപചൂർണം. ഇതിൻ്റെ സ്മെല്ലും ഒക്കെ വളരെ പ്ലസൻറ്റ് സ്മെല്ലാണ്. ഇത് ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് കൊതുകിനെ പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. അതുപോലെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനും വളരെ നല്ലതാണ്. നമ്മളെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ, മെൻ്റലി കൂടി നമ്മളെ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ അപരാജിത ധൂപചൂർണത്തിന് സാധിക്കുന്നുണ്ട്. അത് നമുക്ക് പുക ശ്വസിച്ചതുകൊണ്ട് നമുക്ക് ഹാം ഇഫക്ട്സ് ഒന്നും തന്നെ ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടും പരിസരവും, അപ്പം നമുക്ക് അല്ലാതെ യൂസ് ചെയ്യുന്ന ഫെർമെൻറ്റേഷനൊക്കെ യൂസ് ചെയ്യുന്ന മറ്റ് ചില സാധനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സ്മെല്ല് ഉള്ളതാണ്. നമുക്ക് ചിലപ്പോൾ സഹിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല അത് ശ്വസിക്കുന്നതിലൂടെ മറ്റ് അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത്തരത്തിലൊക്കെയുള്ള ആയുർവേദ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് എസ്പെഷ്യലി അപരാജിത ധൂപചൂർണം വളരെ നല്ലതാണ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് നമുക്ക് കിട്ടും, കൊതുക് നശിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് നമുക്കൊരു വാർണിംഗ് സൈൻ, അല്ലെങ്കിൽ നമുക്ക് എപ്പോൾ നമ്മളൊരു ഡോക്ടറെ കാണണം ഈ ഡെങ്കു ഫീവർ ആണ് എന്നുള്ളതല്ല. ഇങ്ങനെ ചില കണ്ടീഷൻസ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് ഇത് ഡെങ്കു ആണോ എന്നൊക്കെ ഒന്ന് കൺഫേം ചെയ്യേണ്ടുന്നതായിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ചില സിംറ്റംസ് ആണ് പറയുന്നത്. ഫസ്റ്റ് നമുക്ക് ഒരു അൺയൂഷ്വൽ ആയിട്ട് നല്ല ഒരു വലിയ ഒരു ടെമ്പറേച്ചർ കാണുക, പെട്ടെന്നുണ്ടാകുന്ന ഒരു പനി ഉണ്ടാവുക. അതോടൊപ്പം തന്നെ നമുക്ക് ഫീവർ വിത്ത് റാഷസ് ദേഹത്ത് വരിക, റെഡ് റാഷസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ദേഹത്ത് വരിക. ഈ എല്ലാ ലക്ഷണങ്ങളും എല്ലാവരിലും കാണണമെന്നൊന്നും ഇല്ല കേട്ടോ. എന്നാൽ ഈ പറയുന്ന ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് അതുപോലെ ഇതെല്ലാം കൂടെ അസോർട്ട് ചെയ്തൊരു ഫോമിലാണ് ഈ സിംറ്റംസ് ഇരിക്കുന്നതെങ്കിൽ നമ്മളൊന്ന് ഡോക്ടറെ കാണുന്നത് തന്നെയാണ് തീർച്ചയായിട്ടും നല്ലത്. അപ്പോൾ അതുപോലെ പ്രധാനമായൊരു ലക്ഷണമാണ്
പെയിൻ ബിഹൈൻഡ് ദ ഐസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ നേത്രഗോളത്തിൻ്റെ ബാക്കിൽ നിന്ന് നമുക്ക് ഒരു പെയിൻ പോലെ ഫീൽ ചെയ്യുക. അത് ഒരു ശരിക്കും ഒരു സിംറ്റമാണ് ഈ ഡെങ്കു ഫീവറിനൊക്കെ. അതുപോലെ തലവേദന ഉണ്ടായിരിക്കുക, നല്ല തലവേദന ഉണ്ടായിരിക്കുക, മസ്കുലർ പെയിൻ ഉണ്ടായിരിക്കും, മസിൽസിനകത്തൊക്കെ പെയിൻ ഫീൽ ചെയ്യുക, ജോയിൻറ്റ് പെയിൻ ഉണ്ടായിരിക്കുക. അതോടൊപ്പം നമുക്ക് വിശപ്പില്ലായ്മ ഉണ്ടായിരിക്കുക, നോസിയ ഉണ്ടാവുക, വൊമിറ്റിങ്, അതായത് വൊമിറ്റിംഗ് ടെൻഡൻസി, തലകറക്കം, വൊമിറ്റിംഗ് ഒക്കെ ഉണ്ടാവുക, ഛർദി ഒക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ കുറച്ചുകൂടെ സിവിയർ ആവുന്ന കണ്ടീഷൻസിനകത്താണ് നമ്മൾ ബ്ലീഡിംഗ് ഒക്കെ കാണുന്നത്. അപ്പം അത്തരത്തിലൊക്കെ ബ്ലീഡിങ് നോട്ട് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ, ഒരു അൺയൂഷ്വൽ സിറ്റുവേഷനിൽ നമുക്കൊരു ഫീവർ വന്നു, ഫീവറിൻ്റെ കൂടെ നമുക്കൊരു റാഷ് ഉണ്ട്, തലവേദനയുണ്ട്, അല്ലെങ്കിൽ കണ്ണിന് ബാക്കിൽ നല്ലപോലെ ഒരു പെയിൻ ഉണ്ട്, അപ്പോൾ ഇതൊക്കെ ഫീൽ ചെയ്യുന്നു വിത്ത് ജോയിൻറ്റ് പെയിനും ഒക്കെ ഉണ്ട്. എന്നാൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് വേണം, തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ എത്രയും നമുക്ക് അടുത്ത ഒരു ക്ലിനിക്സിൽ പോയി നമ്മൾ ക്ലിനിക്കിൽ പോയി കൺസൾട്ട് ചെയ്ത ശേഷം ബ്ലഡ് ടെസ്റ്റോ ഒക്കെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ ഡോക്ടർ അതിൻ്റെ അടുത്ത നടപടികൾ സ്വീകരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെയധികം ഈ സാഹചര്യത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഡെങ്കി ഫീവറും മറ്റ് വെക്ടർ ബോൺ ആയിട്ടുള്ള ഇൻഫെക്ഷൻ്റെയും കാര്യത്തിൽ. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.